വലിയ വിഷയമാണ് ഈ നാക്കിനെ നിയന്ത്രിക്കൽ. ഇതുകൊണ്ടാണ് യാക്കോബ് 1:26-27 ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥരെ സഹായിക്കുക, നിങ്ങളെ തന്നെ നാക്കിനെ നിയന്ത്രിക്കുക, നമ്മുടെ ശരീരത്തെ കൊണ്ടും നിയന്ത്രിച്ചു കഴിയും. ഈ നാക്കിനെ നിയന്ത്രിക്കുമ്പോഴാണ് സാധുവചനങ്ങൾ വരുന്നത്. ചെറുകിയ 5:19 സാധുവചനങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഒന്ന് ഉദാഹരണം, ഈശോയെ മാത്രം പറഞ്ഞ് കുറച്ച് നാളിരിക്കും. വേറെ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് ഈശോയുടെ കാര്യങ്ങളും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വചനങ്ങളും ഷെയർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഈ നാക്ക് മാറും. അതുകൊണ്ടാണ് എഫോസസ് 5:1-5 പറയുന്നത് വിളച്ചത, വ്യക്തഭാഷണം, ചാപിന്റെ ഇത് മോറും വിട്ടുപോകും. അപ്പൊ നാക്കിങ്ങനെ ശുദ്ധീകരിച്ച് മത്തായി 12:33-37 ഫലത്തില് നല്ല ഫലം, നല്ല മരം, നല്ല ഫലം തരുന്ന അതുപോലെ വായിച്ചതല്ല. അതുപോലെ 15-16 വാക്യം, ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അണലി സംഗതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടരാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യക്തവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ നാക്കിന്റെ അടിയിൽ അണലി വിഷമുണ്ടെന്ന് വിശുദ്ധ പൗലോസ് റോമ 3:10-12 കാലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നാക്കിനെ പറ്റിയുള്ള അറിയാനായിട്ട് രാജാ സങ്കീർത്തനങ്ങളൊന്ന് വായിക്കാൻ പോയിട്ട് സങ്കീർത്തനം ഇതൊക്കെയാണ്. സങ്കീർത്തനം 52, 58, 64, 109, 140, 141 ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നാക്കിനെ പറ്റി എന്താണ് നാക്കെന്നറിയാം. നാക്ക് ശൗര്യപറ്റിയാണ്, നാക്ക് അതാണ് ഇതാണെന്നൊക്കെ ഫലത്തിൽ പറയുന്നത്. അപ്പൊ നാക്ക് വലിയൊരു അവയവമാണെന്ന് അതാണ് നാം കാണുന്നത്. യാക്കോബ് 3:1-12 വായനത്തില് നാക്കിനെ പറ്റിയുള്ള വിവരണങ്ങൾ. ഈ നാക്ക് നിയന്ത്രിക്കുമ്പോൾ ജ്ഞാനം വരും, ജ്ഞാനത്തിലോട്ട് കയറും. ആവശ്യമില്ലാത്ത കാര്യം ആ വഴി പോകുമ്പോൾ ആരെങ്കിലും പറഞ്ഞത് തിരിച്ചറിഞ്ഞ് പറയുന്നത്. എഫോസസ് 5:12 അതേറ്റ് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കുറച്ച് പൊടിപ്പ് തമ്മിലെല്ലാം വെച്ചാണ് അത് പറയുന്നത്. അത് വായിച്ചതിന്റെ പ്രഭാഷകൻ തന്നെ വായിക്കും. പ്രഭാഷകൻ 26 തുടർച്ച വായിക്കും. സുശിഷ്ടമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർത്തമാനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും. വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ്. വിവാഹിത കാമുകർക്ക് ശവപ്പുരയാണ്. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ. കാരണം ദൈവ ഭയമില്ലാത്ത. അപ്പൊ ഈ ദൈവഭയം ഇല്ലെങ്കിൽ എല്ലാം അവസാനിക്കും. അതാണ് ദൈവഭയത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവഭയമാണ് എല്ലാ ജ്ഞാനത്തിന്റെയും കിടക്കുന്നത്. എവിടേക്കുണ്ട്? സുഭാഷിതങ്ങൾ 1:14 ജോബ് 28:22 ജ്ഞാനത്തിന്റെ തുടക്കം. സങ്കീർത്തനം 111:10 പ്രഭാഷകൻ 1:14 അപ്പൊ അതൊന്ന് വായിക്കായിരുന്നെങ്കിൽ ജ്ഞാനത്തിന്. അപ്പൊ ദൈവഭയം അതാണ് ആദ്യം നമ്മളെടുത്ത് ആ ചാപ്റ്റർ. പ്രഭാഷകൻ 34:20 വനം പറഞ്ഞില്ലേ, ദൈവഭയമുള്ളവർക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കുന്നത്, അല്ലാത്തവർക്ക് അനുഗ്രഹങ്ങളായിരിക്കും. അപ്പൊ ദൈവഭയം വന്നാൽ
എല്ലാ മാറ്റങ്ങളോടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉത്തമമായ ഭാര്യയെ പറ്റി സുഭാഷിതങ്ങൾ പുസ്തകത്തില് 31-ാം അധ്യായത്തിൽ 10 തൊട്ട് 31 വരെ വചനമുണ്ട്. അത് ചില വചനങ്ങൾ മാത്രം വായിക്കണം. കാര്യം ഭാര്യയെ പറ്റി അങ്ങോട്ടുള്ള കൊടുത്തു കേൾക്കുമ്പോ കേട്ടോ നൽകിയത്. കാരണം അത് അതിന്റെ മറുവശമാണ്. മറുവശം എടുക്കുമ്പോ അതിലും വലുതാണ് കേട്ടോ. അത് വേണമെങ്കിൽ ഒന്ന് കുറേ ദിവസം 11-ാം അധ്യായം 7 തൊട്ടൊന്ന് വായിച്ചില്ല. മിസ്റ്റർ പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാം അറിയുമ്പോഴാണ് നമ്മള് ഈ ദൈവത്തിന്റെ സൃഷ്ടി മഹത്വം എല്ലാം അറിയുന്നത്. പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും മഹിമയും ആകയാൽ അവൻ തല മൂടരുത്. അപ്പൊ പുരുഷൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ഉൽപ്പത്തി പറഞ്ഞില്ലേ, നാം കേട്ടില്ലേ? ആ 26 തൊട്ട് 28 പുരുഷൻ ദൈവത്തിന്റെ ഛായയിലാണ്. സ്ത്രീ ആകട്ടെ പുരുഷന്റെ മഹിമയാണ്. തലമുടാമോ പുരുഷൻ? അതാണ് കക്കന്മാർ തലമുടി കിടക്കുന്നത്. ഈശോയ്ക്ക് എതിരാണല്ല, ദൈവത്തിനെതിരായിട്ടാണ്. മനസ്സിലായി? അതുകൊണ്ട് അവൻ എല്ലാത്തിനും ദൈവത്തിന്റെ എതിരാണ്, വചനത്തിന്. അതുകൊണ്ടാണ് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. അതെ. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് കർത്താവ് ദൈവം എന്ത് ചെയ്തു? പുരുഷനെ ഉറക്കിട്ട് അവന്റെ വാരിയെല്ലാം നിന്നെടുത്ത് ആ സ്ത്രീ ആർക്ക് വേണ്ടിയാണ്? പുരുഷന് വേണ്ടിയാണ് സ്ത്രീ സൃഷ്ടിച്ചത്. ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിന്റെ പ്രതീകമായ ശിരോവസ്ത്രം അവൾക്കുണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് തലം മൂടണം എന്ന് പറയുന്നത്, ശിരോവസ്ത്രം. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു. ഈശോ വന്നത് സ്ത്രീയിൽ നിന്ന് പുരുഷൻ വന്നത്. ഈശോയുടെ ജന്മം എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ. എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ. സ്ത്രീ തല മറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ തന്നെ തീരുമാനിക്കണമെന്നാ പറയുന്നത്. പുരുഷൻ തല മൂടാൻ പാടില്ല, സ്ത്രീ തല മൂടി. നീണ്ട മുടി പുരുഷന് അവമാനമാണെന്നും സ്ത്രീക്ക് അത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ? അതിന് നേരെ വിപരീതമാണ് ഇപ്പൊ പലയിടത്തും കാണുന്നത്. പുരുഷൻ നീട്ടി ഇവിടം വരെ വളർത്തും, സ്ത്രീ വാഴുവാനും ഉള്ള എന്നിട്ട് പറയാം എല്ലാം ബ്യൂട്ടിയാണുള്ളത്. എല്ലാം ദൈവം പിടിയല, നിന്യമാണ്. അതിനെല്ലാം പിടിക്കും, ഏക്കത്തിനെ പിടിക്കും. നിയമമാക്കുന്ന 22:5 കേട്ടോ, ആണ് പെണ്ണായിട്ട് കൊടുത്താല് ദൈവം സമ്മതിക്കല്ല. പെണ്ണാണായിട്ട് കൊടുത്താൽ ശിവനായിട്ട് ചിലരൊക്കെ കൊടുത്ത ചില സഹോദരികൾ, ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഒരു സഹോദരി സായിബാബായിട്ട് കൊടുത്ത് 3 പ്രൈസ് കിട്ടി. അവസാനം കുടുംബത്തിൽ സമാധാനമില്ല, ഭയങ്കര പ്രയാസം. അപ്പോ കൗൺസിൽ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് കണ്ണടി സായിബാബയെ 3 പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് എടുത്തു. സായിബാബ 2 കസ്റ്റോണിക്ക് 2, 3 തൊട്ട് 5 വരെയുള്ള വൈശാശക്തിയാണ്. അവൻ വിശ്വാസം തന്നെയാണ്. അനുഭവം അവൻ വായിച്ചു കേട്ടു. അല്ലെങ്കിൽ അവിടെയും പോകും, സായിബാബ നല്ലതാണെന്ന് പറഞ്ഞ് അവിടെ പോകും. കണ്ടോ, അവൻ ഇതിലൊക്കെ പോകുന്ന ആ രീതിയിലേ വരുവുള്ളൂ. പിന്നെ ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസ ത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാത്തിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഇതാണ് സംഭവിക്കുന്നത്. കണ്ടോ, ദൈവത്തിന്റെ സ്ഥാനം പിടിക്കാണ് ദൈവമാക്കുന്നത്. ഇതാണ് ജ്ഞാനം 14-ാം അധ്യായം വരുമ്പോ 20-ാം വാക്യത്തിലെല്ലാം കാണുന്നത്. ജയലളിത ദൈവമാവും. ആവും, തീർച്ചയായില്ല. ഇവിടെ അത് വരാത്ത ബാക്കി വരും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ കൃപകളുണ്ടെങ്കിൽ ഇതെല്ലാം അറിയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സായിബാബ തന്നെ കുറിച്ച് വിട്ടുകൊണ്ട്